ഹായ്, ഇന്ന് ഡേ 27 ആണ്. അപ്പോൾ നമ്മൾ രാവിലെ വർക്കിൻ്റെ കൂടെ തന്നെ അവിടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ഇപ്പോൾ നമ്മൾ നല്ല ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അധികം സമയമൊന്നും വേണ്ടി വരുന്നില്ല ചെയ്ത് തീർക്കാനായിട്ട്. 1 അവർ തന്നെ തീർത്ത സമയമുണ്ട്. ബട്ട് ഡെയിലി നമ്മൾ 1 അവർ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അപ്പം ഫുള്ള് മസിൽസ് ഒരേ കണക്ക് നല്ല സ്ട്രെയിൻ ആയിപ്പോവും. ഒരേ കണക്ക് തന്നെ എപ്പോഴും ഒരേ രീതിയിൽ ചെയ്തുകൂടാ. മസിൽസിന് അത്യാവശ്യം റെസ്റ്റ് കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ 1 അവർ തീർക്കാത്തത്. ബട്ട് എന്നിരുന്നാലും വീക്കിലി നമ്മളൊരു 2 ഡേയ്സ് എങ്കിലും 1 അവർ തീർക്കാൻ നോക്കേണ്ടതാണ്. ഇപ്പോൾ അത്യാവശ്യം റെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ 1 അവർ അല്ല, നമ്മൾ വീക്കിലി 1 ഡേ ഒക്കെ നമ്മൾ 1 അവർ തീർക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എന്തായാലും ഫസ്റ്റ് സെറ്റ് പുഷപ്സ് കയറുന്നു. ദെൻ സെക്കൻഡ് സെറ്റ് പുഷപ്സ് ആണ്. അത് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലാണ്. അവിടെ മറൈൻ ഡ്രൈവിലാണ്, നമ്മുടെ മറീന വൺ ഫ്ലാറ്റിൻ്റെ അവിടെ പേഴ്സണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാർ പാർക്കിംഗ് ഏരിയ വന്ന് പുഷപ്സ് ചെയ്യുകയാണ്. നമ്മൾ പതിയെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് എല്ലാ ദിവസവും 1 അവർ തന്നെ തീർക്കാനുള്ള രീതിയിൽ ഒരു 50 ഡേയ്സ് 50 അല്ലെ ഓർ 75 ഡേയ്സ് തൊട്ട് നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. കാരണം 1 അവർ തീർക്കണമെങ്കിൽ അത്രയും മസിൽ എൻഡുറൻസും മസിൽസിന് നല്ല പ്രോപ്പർ റെസ്റ്റും കിട്ടിയാലേ അത്രയൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെ നമ്മൾ 200 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നിതിൻ കോച്ചും ഞാനും ചായ കുടിച്ചു. അത് ഞങ്ങൾ ഗ്രൂപ്പ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിതിൻ കോച്ചും പോയി ചായ കുടിച്ചതാണ്. അതിന് ശേഷം വീട്ടിലായിരുന്നു നമ്മൾ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ചെയ്തു. പുള്ളപ്സ് നമ്മളെപ്പോഴും ഈ ഒരു ഷെയ്ഡിൽ തന്നെ നമ്മൾ ചെയ്യാൻ നമുക്ക് ഇവിടെ ഉള്ള ഒരു സൗകര്യം വീട്ടിൽ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് തീർന്നു. ദെൻ സെക്കൻഡ് സെറ്റ് വേറെ മരമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് പ്രോപ്പർ നമ്മൾ പുള്ള് നല്ല രീതിയിൽ പിടിച്ച് പൊങ്ങാനുള്ള ഒരു തീമില്ല, ഫുള്ളപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത്. വേറെ നമ്മൾ ട്രൈ ചെയ്യാം. ഇപ്പം 40 ആയി. ദെൻ തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്യുകയാണ്. വേറെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും പൈപ്പ് വാങ്ങി മരത്തിൽ കെട്ടാമെന്നൊക്കെ പ്ലാനുണ്ട്. ബട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തേർഡ് സെറ്റും പുള്ളപ്സ് കഴിഞ്ഞു. ദെൻ നമ്മൾ പുഷപ്സാണ്. അങ്ങനെ പുഷപ്സ് തേർഡ് സെറ്റ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നല്ല പറ്റിയ പൈപ്പൊക്കെ മേടിച്ച് മരത്തിൽ കെട്ടണമെന്നുണ്ട്. അതിനുവേണ്ടി സമയം കൊടുക്കാൻ പോലും ടൈമില്ല. അത്രയും ബിസി ഷെഡ്യൂളൊക്കെ ആയിപ്പോയി ഇപ്പം. മീൻസ് പേഴ്സണൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ വർക്കൗട്ടുണ്ട്. വർക്കൗട്ട് മാത്രമാണ് യൂട്യൂബിലെ വീഡിയോസൊക്കെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇത്രയും ഡിലേ ആയിട്ടാണ്. കാരണം അത് എഡിറ്റിങ് ഒരിത്തിരി എന്നെ സംബന്ധിച്ച് ഒരിത്തിരി പാടാണ്. നമ്മൾ ഡെയിലി എഡിറ്റിങ്ങൊക്കെ ഇപ്പോൾ പണി പഠിച്ചു വന്നതാണ്, പക്ഷേ കുറേ ദിവസത്തെ പെൻഡിങ് ആയിപ്പോയി. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാവണം. അങ്ങനെ 300 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്തു. 1000 പഞ്ചസ് അടിക്കാൻ പോണേ. അങ്ങനെ 1000 പഞ്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇതിനൊക്കെ സൗണ്ട് ആദ്യത്തൊക്കെ നമ്മൾ നോർമൽ കാണിച്ചിട്ട് പിന്നീട് എല്ലാം സ്പീഡിൽ തന്നെ ഓടിച്ചു വിടുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കുറയ്ക്കും. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ഇല്ല. അതുകൊണ്ട് സൗണ്ട് ചെറുതായിട്ടൊക്കെ ആ പഞ്ചും സൗണ്ട് കേൾക്കുന്നതിന് വലിയ കുഴപ്പമില്ല. സാധാരണ രീതിയിൽ നമ്മൾ പഞ്ചും ബാഗ് ചെയ്യുന്ന സൗണ്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കേൾപ്പിക്കാറില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും ടൈറ്റിൽ ബോക്സിങ്ങിലോട്ട് ജിമ്മിലൊക്കെ ആയിരുന്നിരിക്കുമ്പോൾ. ഇത് പിന്നെ കുഴപ്പമില്ല. എന്നിരുന്നാലും ഓടിച്ചു വിടുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. എന്നിരുന്നാലും നമ്മുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ എന്തായാലും നമ്മൾ 1000 പഞ്ചസ് ബാഗിലിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഫുൾ ഓൺ പവറിലല്ല 1000 പഞ്ചസും ഇടിക്കുന്നത്. ബട്ട് നമ്മളത് പതുക്കെ ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ആകും എന്തായാലും. അപ്പോൾ നമുക്ക് കണ്ടറിയാം. ആദ്യത്തെ 1000 പഞ്ചസ് നമ്മൾ ഫുൾ ഓൺ പവറിൽ തന്നെ ഇടിക്കും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 100 അത്യാവശ്യം പവറിൽ തന്നെ ഇടിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു 100 വരെ അത്യാവശ്യം സ്പീഡ് ഇടിക്കും. സ്പീഡല്ല, അത്യാവശ്യം നോർമൽ പവറിലൊക്കെ. ബട്ട് ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം സ്പീഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ പവറിൽ 1000 പഞ്ചസ് ഇടിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിനുള്ള റിസൾട്ട് അങ്ങനെ കിട്ടും, അത് ഉറപ്പാണ്. 100 ഡേയ്സ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. എന്തായാലും നമ്മുടെ ഈ ചലഞ്ച് നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് എടുത്തേക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അതിനുള്ള ഒരു ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം ഇതിന് ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വേണ്ടത്. ബട്ട് പ്രോപ്പർ റെസ്റ്റ് എടുക്കാത്ത ചില ദിവസങ്ങളിൽ ടയേർഡായിരിക്കും. ബട്ട് എന്നിരുന്നാലും ഞാനത് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. എന്തായാലും നമ്മളീ പറയുന്ന കണക്ക് സ്ട്രെച്ചിങ് എല്ലാം ലൂസിങ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. മസിൽസ് എല്ലാം സ്റ്റിഫായിട്ടിരിക്കുമായിരിക്കും. മസിൽസിന് റിലാക്സ് ആക്കുക, റെസ്റ്റ് എടുക്കുക, നല്ല കണക്കുള്ള നല്ല ഫുഡ് കഴിക്കുക. 500. അപ്പോൾ വേണ്ട രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തിരിക്കണം. ഫുഡിൽ നിന്ന് ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. ഫുഡാണ് നോർമലി
നമ്മളിപ്പോൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. ബട്ട് എന്നിരുന്നാലും ഫുഡാണ് നമ്മുടെ മെയിൻ. സപ്ലിമെൻറ്റ്സ് ഐ തിങ്ക് ലാസ്റ്റ് 2023 ലാസ്റ്റ് യൂസ് ചെയ്തത്. 2023 നാഷണൽ ഗെയിംസിൻ്റെ ക്യാമ്പിൽ കിടന്നപ്പോൾ. അപ്പം നമ്മൾ 3 നേരമൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ അത്യാവശ്യം വേ പ്രോട്ടീൻ എടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാ ഫുഡിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് നമ്മുടെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ വർക്ക് കുറേ കൂടുകയാണെങ്കിൽ നമുക്ക് എടുക്കണം. സപ്ലിമെൻറ്റ്സ് എന്തായാലും വേണം. ഫുഡിൽ നിന്ന് മാത്രം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്തായാലും സപ്ലിമെൻറ്റ്സിന് വേണ്ടി വരും. മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ്, ഫിഷ് ഓയിൽ, പ്രോട്ടീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് ആവശ്യം കഴിക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റബിളായി പോകുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ 25 ഫസ്റ്റ് മൈൽ സ്റ്റോൺ. നമ്മൾ 50 ബർപ്പീസ് ആഡ് ചെയ്തു. ദെൻ ഇനി 50 ഡേയ്സ് ആകുമ്പോഴത്തേന് നമ്മൾ അടുത്ത മൈൽ സ്റ്റോൺ ആവും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വർക്കൗട്ട് കൂടി ആഡ് ചെയ്യും. ഓരോ തവണ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്. ദെൻ 75 ഡേയ്സ് ആകുമ്പോൾ വീണ്ടും ആഡ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ വർക്ക് ലോഡ് കൂടുവാണ്. അതിനനുസരിച്ച് നമ്മൾ ലോഡ് കൂടുമ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വയ്യാതാവും മീൻസ് ഫുഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർ എടുക്കാനും ഡൈജസ്റ്റായി ഫുഡ് നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേനും നമുക്ക് ബോഡി ഫുള്ള് ടയർഡായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സപ്ലിമെൻറ്റ്സിനെ നമ്മൾ മെയിനായിട്ട് ആശ്രയിക്കുന്നത്. എന്തായാലും നോക്കാം. നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റബിളായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 1000 പഞ്ചസ് ഫിനിഷ് ചെയ്ത്. പഞ്ചസിന് ശേഷം നമ്മൾ 4th സെറ്റ് പുള്ളപ്സ് ആണ്. 4th സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. ഫോർത്ത് സെറ്റ് നമ്മൾ ഫിനിഷ് ആക്കി. ദെൻ 5th ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മളങ്ങനെ ചെയ്ത്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മളങ്ങനെ ഫിനിഷ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും ഫിനിഷ് ചെയ്തു. നമ്മുടെ ലിമിറ്റ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദർ ഈസ് നോ ഗോയിങ് ബാക്ക്, ഓൺലി ലെവലിംഗ് അപ്പ്. സ്റ്റേ ഫിറ്റ്. നമ്മുടെ മോട്ടിവേഷന് ശേഷം 4th സെറ്റ് പുഷപ്സ് ആണ്. 4th സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്തു. നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് നമ്മളോട് ഒരുമിച്ച് ചലഞ്ച് ചെയ്യുന്നവർ. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ വീണ്ടും അവനവൻ്റെ ശരീരം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്താൽ അതിന് പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് കാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ആരോഗ്യം ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കുക, വെച്ച് താമസിപ്പിക്കേണ്ട. അത്യാവശ്യം നല്ല സ്ലിപ്പാണ്, ബട്ട് നമ്മൾ ചെയ്ത് തീർക്കണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ടെറസിൻ്റെ മേളിലായിരുന്നു. അവിടെ വഴുക്കൽ തെന്നൽ സ്ലിപ്പാവുന്നുണ്ടായിരുന്നത്. നല്ല മഴയൊക്കെ പെയ്ത് സ്ലിപ്പാണ്. ബട്ട് എന്നിരുന്നാലും നമുക്കിത് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ചെയ്തത്. ദെൻ ബർപ്പീസും ചെയ്യണമുണ്ട്. അപ്പോൾ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പീഡിലൊക്കെ ഓടിച്ചു വിടുന്നതേ ഉള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആദ്യമൊക്കെ 50യുടെ 2 സെറ്റാണ്, 2 എണ്ണം 50യുടെ അടിക്കുമ്പോഴാണ് 100. അങ്ങനെ 5 സെറ്റാണ് ടോട്ടൽ നമ്മൾ ചെയ്യുന്നത്. പലരും ഇത് ഞാൻ ഒറ്റ സെറ്റ് 100 അടിക്കുന്നതാണ് തെറ്റിദ്ധരിച്ചേക്കുന്നത്. ബട്ട് ആക്ച്വലി ഞാൻ ഒറ്റ സെറ്റിൽ 111 പുഷപ്സ് ചെയ്തിട്ടുണ്ട്. അത് 1 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് 50 ബർപ്പീസ് കൂടെ ഉള്ളു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആഡ് ഓൺ ആയ 50 ബർപ്പീസ് നമ്മൾ ചെയ്യുകയാണ്. ആക്ച്വലി 100 പുഷപ്സ് ഒറ്റ സെറ്റ് ചെയ്യുന്നെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് 500 പുഷപ്സ് ചെയ്യണമെങ്കിൽ ഒറ്റ സെറ്റ് 100ൻ്റെ 5 സെറ്റ് ചെയ്യാൻ അത്രയ്ക്കും എൻഡുറൻസ് ലെവൽ കയറണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 100ൻ്റെ ഒരു സെറ്റ് വെച്ച് അടിക്കാൻ പറ്റാത്തത്. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഫസ്റ്റൊക്കെ തുടങ്ങിയപ്പോഴൊക്കെ 50യുടെ 2 സെറ്റ് ആണെങ്കിൽ കൂടി ഇപ്പം ഡേ ബൈ ഡേ നമ്മൾ ഓരോന്ന് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 27th ഡേ ആണ്. അപ്പോൾ 27 അനുസരിച്ച് നമ്മൾ 50, 27 അപ്പോൾ 77 പുഷപ്സാണ് 1 സെറ്റിൽ ചെയ്തത്. ഒറ്റ 50ക്ക് പകരം 77. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ 50 ബർപ്പീസ് കംപ്ലീറ്റ് ആയി. ബർപ്പീസിന് നല്ല ക്ഷീണമുണ്ട്, പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ റെഡിയാവും. സ്റ്റേ ഫിറ്റ്.